ഹായ് എവ്രി വൺ, ദിസ് ഇസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ അമ്മമാരായിരിക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാം. പല കാര്യങ്ങളും നമ്മൾ പുതുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഈ സമയത്ത് നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞും നമ്മളുടെ ലൈഫും മാനേജ് ചെയ്യണം എന്നുള്ളതും അതിനോടൊപ്പം എങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആളുകളെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങൾ പലപ്പോഴായിട്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ഉപദേശിക്കാൻ ഈ ചുറ്റുമുള്ള ആളുകളൊക്കെ തയ്യാറാണ്. പക്ഷെ ആ ഉപദേശങ്ങളെല്ലാം നിങ്ങൾ കേൾക്കണോ, അതിനനുസരിച്ച് പ്രവർത്തിക്കണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ കുളിപ്പിക്കണം, ഇന്നത് ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് ശരിയാവുള്ളൂ എന്നൊന്നുമില്ല. ഓരോ കുട്ടിയും ഡിഫറെൻ്റാണ്, ഓരോ അമ്മയും ഡിഫറെൻ്റാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് വർക്കായ കാര്യം മറ്റൊരു കുട്ടിക്ക് വർക്കാവണം എന്നില്ല. അതുകൊണ്ട് മാത്രം സൊസൈറ്റിയുടെ നോംസിൽ നിങ്ങൾ വരുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളൊരു തെറ്റായിട്ടുള്ള അമ്മയാണ്, പൊട്ടയായിട്ടുള്ള അമ്മയാണെന്നല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ സ്ട്രോങ് ആക്കുക. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയ്ക്ക് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ എന്തുകൊണ്ടും സാധിക്കും. അപ്പം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് മറ്റുള്ളവർ പറയുന്നത് മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന് ഒരുപാട് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്കെന്നും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കാനും പറ്റില്ല. ഇപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞിരുന്ന സമയത്ത് കുഞ്ഞിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് അധികം പാടില്ല എന്നൊരു ഇൻസ്ട്രക്ഷൻ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അവരെല്ലാം ആദ്യത്തെ കുഞ്ഞല്ലേ, എല്ലാവരും കാണാൻ വരാൻ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യും, എങ്ങനെയാണ് അവരോട് വരണ്ടെന്ന് പറയാം. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന്. അങ്ങനെ ഞാൻ തന്നെ എല്ലാ റിലേറ്റീവ്സിനെയും വിളിച്ച് പറഞ്ഞു, കുഞ്ഞിനെ കാണാൻ ഇപ്പം ആരും വരണ്ട, എടുത്തടിച്ച് അല്ലെങ്കിൽ വെട്ടൊന്നും തുണ്ടം രണ്ട് എന്നുള്ള രീതിയിലല്ല, ഇങ്ങനെ ഒരു സജഷൻ ഡോക്ടർ തന്നിട്ടുണ്ട്. വളരെ പൊളൈറ്റായിട്ട് തന്നെയാണ് എല്ലാവരോടും പറയുന്നത്. നമ്മൾക്കൊരു കാര്യം നേടണമെങ്കിൽ നമ്മൾ കടുപ്പിച്ച് പറയേണ്ടടുത്ത് കടുപ്പിച്ച് പറയണം. പക്ഷെ എല്ലാ കാര്യങ്ങളൊന്നും കടുപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. അവർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെക്കുറിച്ചും നമ്മൾ പെരുമാറുന്ന രീതികളെക്കുറിച്ചും എന്തിനും ഏതിനും നമ്മൾ ഒരു ക്യാമറ കണ്ണ് പോലെ കുറ്റം പറയാനും കുറവ് പറയാനുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ പാടെ നമ്മൾ ഉപേക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്ക് നല്ലതൊന്നും പറഞ്ഞു തരില്ല. നമ്മൾ എന്ത് ചെയ്താലും, ശരിയായിട്ട് ചെയ്താലും തെറ്റായിട്ട് ചെയ്താലും അവർക്കത് തെറ്റാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ മെൻ്റൽ പ്രഷർ കൂട്ടുന്നതല്ലാണ്ട് വേറെ ഒരു കാര്യം ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ്, അവൻ ഇച്ചിരി ഇരുനിറാണ്, ഞാൻ നന്നായിട്ട് വെളുത്തിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അത്യാവശ്യം നിറമുള്ള ഒരു വ്യക്തിയാണ്. മൂത്ത കുട്ടിയാണെങ്കിൽ അവൻ എന്നെപ്പോലെ തന്നെ നല്ല കളറുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ എൻ്റെ ഇളയ ആൾ എൻ്റെ ആങ്ങളയുടെ കളറാണ്, ഇരുനിറാണ് അവന്. അപ്പോൾ അവനെ കാണാൻ ഓരോരുത്തർ വരുമ്പോൾ, അയ്യോ നിന്നെ പോലെ അല്ലല്ലോ, ഇതെന്ത് കറുത്തിട്ടിരിക്കുന്നത്, ഓ ഇത് വലുതായാലും വലിയ കളറൊന്നും വെക്കുന്നു തോന്നണില്ല, എൻ്റെ ചെവിയുടെ കളർ കണ്ട എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എന്തായിട്ട് എല്ലാവരും ഇങ്ങനെ പറയണേ എന്ന് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ കറുത്തിട്ടാണെങ്കിലും വെളുത്തിട്ടാണെങ്കിലും അവൻ നമ്മുടെ മോനാണ്, അവനെ വളർത്തേണ്ടത് നമ്മളുമാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, അവൻ എന്തൊരു കളറാണോ അത് അവൻ അങ്ങനെ തന്നെ പൊക്കോട്ടെ. അവൻ്റെ കളറിനെയല്ല നമ്മൾ സ്നേഹിക്കുന്നതും അവനെ അങ്ങനെയല്ല നമ്മൾ വളർത്തേണ്ടത്. അവൻ്റെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമോഷൻ നീ കൊടുക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ്. അത് സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും BK ശിവാനി ദീദിയുടെ ബ്രഹ്മചാരിണിയായിട്ടുള്ള BK ശിവാനി ദീദിയുടെ ഗർഭസംസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട്, യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു. അത് ഞങ്ങളുടെ മൂത്ത കുട്ടിയിൽ ഞങ്ങൾക്കത് ഒരുപാട് സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും ഒരു നെഗറ്റീവ് ഇമോഷൻ അവന് കൊടുക്കരുത്, അവൻ നമ്മളുടെ ഏറ്റവും സുന്ദരനായിട്ടുള്ള മകനാണ്. ഇന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും, എൻ്റെ മോനെ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, അവനാണ് ഞങ്ങളുടെ ഏറ്റവും സുന്ദരനായിട്ടുള്ള മോൻ. പല കാര്യങ്ങളും അവൻ വഴി ഞങ്ങൾ പഠിക്കുമ്പോൾ വളരെ വളരെ അധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കളും സ്ത്രീകളാണ്, ഏറ്റവും വലിയ മിത്രങ്ങളും നമ്മൾ സ്ത്രീകൾ തന്നെയാണ്. നമ്മൾ നാളെ വേറൊരു സ്ത്രീയുടെ ശത്രുവായി മാറാതിരിക്കാനായിട്ട് സ്വയം ശ്രദ്ധിക്കുക. അതുപോലെ നെഗറ്റീവായിട്ടുള്ള സ്ത്രീകളെ നമ്മുടെ ലൈഫിൽ നിന്ന്, ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്താം.
നമ്മൾ ഈ സമയത്ത് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വളരെ മാനസികമായിട്ട് റിലാക്സ് ആവേണ്ട, മാനസികമായിട്ട് ഒരുപാട് പിരിമുറുക്കങ്ങൾ നമുക്ക് ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഭക്ഷണത്തിനാണ്, നിങ്ങളുടെ ആരോഗ്യത്തിനാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കിയൊക്കെ നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, ബാക്കി എന്തൊക്കെ ആയിക്കോട്ടെ, അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് നിങ്ങളൊന്ന് സെറ്റ് ആവട്ടെ. ഈ പുതിയ ജേണിയിലേക്ക് നിങ്ങളൊന്ന് സെറ്റായതിന് ശേഷം ബാക്കി എല്ലാത്തിനെയും കുറിച്ച് ചിന്തിക്കാം. കുറച്ച് നാളത്തേക്ക് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഫംഗ്ഷനുകളിൽ നിന്നും എല്ലാത്തിൽ നിന്നും വിട്ടുമാറി നമുക്ക് കുറച്ച് സമയം നമുക്കായി ചിലവഴിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം, ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ ഫാമിലിയും മെൻ്റലിയും ഫിസിക്കലിയും സ്ട്രോങ് ആയിക്കോളും. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ഓൾവേസ് സെൽഫ് കെയർ. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിനെയും മനസ്സിൻ്റെ ആരോഗ്യത്തിനെയും കാത്തു സൂക്ഷിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോഴൊക്കെ സഹായം ചോദിക്കുക. അതിന് മറ്റുള്ളവർ ചിലപ്പോൾ കളിയാക്കിയിരിക്കും, ഞാനൊന്നും ആരുടെയും സഹായം വാങ്ങിച്ചിട്ടില്ല, അവർക്ക് വേണ്ടായിരുന്നു അതുകൊണ്ട് അവർ വാങ്ങിച്ചില്ല. നിങ്ങൾക്ക് സഹായം വേണം, നിങ്ങൾ വാങ്ങിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. അതായിരിക്കണം നമ്മുടെ മനോഭാവം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.